അതുപോലെ ചെയ്യാം. അവിടെ നിന്ന് വർക്ക് ചെയ്തിട്ട് എല്ലാവരും ഒരുമിച്ചാണ് വർക്ക് ചെയ്തിട്ട് നടക്കാം. എല്ലാവർക്കും ഒരുമിച്ച് നമ്മൾ ടീം ബിഗ് ബോസ് ടീം അവിടെ ഉണ്ട്. എല്ലാ വീഡിയോകളും ഗൈസ് വീഡിയോസ് ഒക്കെ നമുക്ക് മാറി ഈ സീറ്റിലുള്ള ഒന്നില്ലാമോ? താങ്ക് യു. അപ്പൊ ഇനി നമുക്ക് ഒട്ടും വൈകിക്കാതെ തന്നെ ഇതുവരെ പാട്ട് വെക്കാത്ത ചേട്ടന്മാരോട് ഒരുപാട് നമ്മൾ അറിയിച്ചുകൊണ്ട് നമുക്ക് കേൾക്കട്ടെ. എല്ലാവരും ബാക്കിലേക്ക് മാറും. എല്ലാവരും ബാക്കിലേക്ക് മാറും. പ്രോഗ്രാം തന്നെ ഉണ്ടാക്കിയത് ഒരു ദിവസം രാത്രി ഇന്നലെ ഞങ്ങൾ പെട്ടെന്ന് പ്ലാൻ ചെയ്തൊരു പ്രോഗ്രാം ആയിരുന്നു. രാത്രി കുറച്ച് 2:30 ഇങ്ങനെ ഒരു പ്രോഗ്രാം കൂടെ തുടങ്ങുന്നു വിചാരിച്ച്. അൽഫോൻസേജി, ഷാൻ ചേട്ടൻ, അതുപോലെ ഗിരീഷ് ചേട്ടൻ, നമ്മുടെ ഫാമിലികളൊക്കെ ഇവിടെ ഉണ്ട്, നമ്മുടെ ഫാമിലി ഫ്രണ്ട്സ് ഇവിടെ ഉണ്ട്, അതുപോലെ വരും. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഈ പ്രോഗ്രാം അറേഞ്ച് ചെയ്തുന്ന IMFയുടെ എല്ലാ ആൾക്കാരെയും കൂടി ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. എല്ലാവരും ജസ്റ്റ് ഒന്ന് ബാക്കിലേക്ക് നിൽക്കും. അതുപോലെ അനീഷ് ബാല് അപ്സര വളരെ മനോഹരമായിട്ട് നിൽക്കാൻ കാരണം അനീഷ് ബാലിന്റെ ദക്ഷിണ കൂട്ടിക്കാണ്. അതുപോലെ ചേച്ചി കയറി വരൂ. നൽകൂ. പിന്നെ ഇന്നത്തെ ഈ പ്രോഗ്രാം ബാക്കി കാര്യങ്ങളൊക്കെ പിന്നീട് പറയാം. അപ്പൊ നമുക്ക് ആദ്യം തന്നെ കേക്ക് കട്ട് ചെയ്തിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം അല്ലേ? നമുക്ക് കുറച്ചുകൂടി വലുതായി നടത്തേണ്ടി വന്നു. അപ്പൊ അതിന്റെ പരിമിതികളൊക്കെ ഉണ്ടാവും. അപ്പൊ നമ്മൾ വേറെ കൂടുതലൊന്നും പറയുന്നില്ല.
അപ്സരയുടെ എത്രാമത്തെ ബർത്ത്ഡേ എന്നാണ് സിജു ഇന്നലെ പറഞ്ഞു? ഷഷ്ടി പൂർത്തി എന്നാണ് പറഞ്ഞത്. ഷഷ്ടി പൂർത്തി എന്നാണ് പറഞ്ഞത്. ഇന്ന് ബർത്ത്ഡേ ആയതുകൊണ്ട് വയസ്സ് പറയാൻ പറ്റില്ല. അത്രയൊന്നും ഇല്ല. അല്ല 97 അപ്സരയുടെ ബർത്ത്ഡേ. ഐഡി കാർഡ് എന്റെ ഉണ്ട്, ഞാൻ എല്ലാവരും കാണിച്ചു തരും. അതെന്റെ. അപ്പൊ എന്തായാലും നമ്മള് കേക്ക് കട്ട് ചെയ്യുമ്പോൾ കേക്ക് കട്ട് ചെയ്തതിനു ശേഷം എല്ലാ സുഹൃത്തുക്കളും കുറച്ച് ബാക്ക് മാറിക്കണം. അപ്പൊ ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും ഒരു കൂടി നന്ദി പറഞ്ഞുകൊണ്ട്, അല്ല ഇന്ന് എന്റെ ബർത്ത്ഡേ അല്ലേ. ഓക്കെ, അപ്പൊ ആരംഭിച്ചിരുന്നു. അപ്സര എല്ലാവരും ഒരുമിച്ച് ചേർന്നുകൊണ്ട് നമുക്ക് ഈ കേക്ക് കട്ട് ചെയ്യാം. റെഡി റെഡി 3 2 1. Happy birthday to you. Happy birthday to Apsara. Happy birthday to you. Happy birthday Apsara. എല്ലാവരും ഒരുമിച്ച് വന്നേ. Happy birthday. Yes. Thank you. Happy birthday Apsara. Apsara, happy birthday. Apsara Andy. ഹൗസിന്റെ ഉള്ളിൽ ഇതേപോലെ കേക്ക് കട്ടിങ് വന്നു കഴിഞ്ഞാൽ ഞാൻ തന്നെയാണ് കട്ട് ചെയ്ത് എല്ലാവർക്കും കൊടുക്കാറ്. അപ്പൊ ഇനി ഇവിടുത്തെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. അപ്സര ഒന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണെങ്കിൽ പിന്നാലെ അവർ വരുന്നതായിരിക്കും. ഇറങ്ങി പോവാൻ അതിന് മാന്യമായിട്ട് പറയാൻ പറ്റില്ല. കേക്ക് ദയവ് ചെയ്ത് ആരും അങ്ങനെ കഴിക്കരുത്. കഷ്ടപ്പെട്ട് ചെയ്യുന്ന മേക്കപ്പാണ്. പെങ്ങളുകുട്ടിക്ക് വെരി വെരി ഹാപ്പി ബർത്ത്ഡേ. വയസ്സ് ഇപ്പൊ പറയണ്ട, നാളെ ഞാൻ ഫോട്ടോ വെച്ച് ചോദിച്ചോളാം. പറഞ്ഞു 33. പിന്നെ എത്രയാ? 28. കുഴപ്പമില്ല, ചെറിയ പോയാണ്. എന്നെ കണ്ട് ഒരുമിച്ച് കാര്യമാണ്. എന്തായാലും നല്ലൊരു ഇവന്റ് ആണ്. അടിച്ചുകൂടി ഞങ്ങൾ എല്ലാവരും വന്നിട്ടും തോന്നുന്നു, ഒരു ആൾക്കാരൊക്കെ വന്നിട്ടും തോന്നുന്നു. എന്തായാലും ഒരിക്കൽ കൂടി അപ്സര കുട്ടിക്ക് വെരി വെരി ഹാപ്പി ബർത്ത്ഡേ ടു യു. ഓക്കെ, അമ്മു ചേച്ചി പ്രത്യേക അന്വേഷണം പറഞ്ഞിട്ടുണ്ട്. എൻ്റെ മക്കൾ അന്വേഷണം പറഞ്ഞിട്ടുണ്ട്. എൻ്റെ മുത്താണ് ഈ നിൽക്കുന്നത് കേട്ടോ. ഞങ്ങൾ തൃശ്ശൂർക്കാരാണ്, എൻ്റെ മുത്താണ്. ഓക്കെ, താങ്ക് യു. അപ്പൊ ഓക്കെ, താങ്ക് യു. എല്ലാവരും ജസ്റ്റ് ഒന്ന് ഇരിക്കോ. രണ്ട് വാക്ക് സംസാരിക്കണം. എന്നോട് പറഞ്ഞതുകൊണ്ട് ഞാൻ സംസാരിക്കുന്നു. ഗൈസ്, എവിടെ ആരും കാണാനില്ലല്ലോ. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ ഇന്ന് അപ്സരയുടെ ക്ഷണം സ്വീകരിച്ച് സിജോ പുറത്തേക്ക് കഴിക്കാൻ പറഞ്ഞു. അപ്സരയുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിട്ടുള്ള എല്ലാവർക്കും അപ്സരയുടെ ഫാമിലിയുടെ പേരിലും എൻ്റെ പേരിലും ഒരു വെൽക്കം ടു ദ ബർത്ത്ഡേ റിസപ്ഷൻ ഓഫ് അവർ ഓൺ അപ്സര, ദ ബ്യൂട്ടിഫുൾ അപ്സര. ഞങ്ങൾ പരിചയപ്പെട്ട സമയത്ത് ഞങ്ങൾ ഒരിക്കലും ഫ്രണ്ട്സ് ആവും അല്ലെങ്കിൽ പുറത്തിറങ്ങിയിട്ട് ചാത്താലും കണ്ടുമുട്ടും എന്ന് പ്രതീക്ഷിക്കാത്ത രണ്ടുപേരാണ് ഞാനും അപ്സരയും. തുടക്കം മുതൽ തന്നെ ഭയങ്കര അടിയിൽ തുടങ്ങിയിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഡെന്നിൽ വന്നതിന് ശേഷമാണ്, പവർ റൂമിൽ ഒരുമിച്ച് വന്നതിന് ശേഷമാണ് വി ഹാഡ് എ റാപ്പ് ടുഗദർ. എന്നെ ഞങ്ങൾ നല്ല ഫ്രണ്ട്സ് ആയത്. അപ്പോൾ ആ ഒരു അവസരത്തിൽ ഇവിടെ ഇപ്പോൾ നിൽക്കുന്ന സമയത്ത് ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ആ വീടിൻ്റെ അകത്തുള്ള ഒരുപാട് ബന്ധങ്ങൾ പുറത്ത് വന്നിട്ടും അതുപോലെ തന്നെ മുമ്പോട്ട് പോകുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അതിന് സ്പെഷ്യൽ താങ്ക്സ് ടു മിസ്റ്റർ ആൽബി ചേട്ടൻ, അപ്സരയുടെ നല്ലൊരു അടിപൊളി ഹസ്ബൻഡാണ്.
പിന്നെ ഇവിടെ നമ്മുടെ വന്നിട്ടുള്ള എല്ലാ ഞങ്ങളുടെ കോ-കണ്ടസ്റ്റൻസ് ഫാമിലി എല്ലാവർക്കും ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്. അപ്പോൾ ഹാപ്പി ബർത്ത്ഡേ അപ്സര, യു ലുക്ക് ബ്യൂട്ടിഫുൾ ടുനൈറ്റ്. ഓൾറൈറ്റ്, അപ്പോൾ താങ്ക് യു സോ മച്ച്. ഓക്കെ, താങ്ക് യു. ഗബ്രിയുടെ പാട്ട് കുറച്ച് കഴിഞ്ഞില്ല. നമുക്ക് ഈ ഷോ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുള്ള കുറച്ച് ആൾക്കാർ കൂടെ ഉണ്ട്. അവരുടെ ജസ്റ്റ് അപ്സരയ്ക്കുള്ള ഒരു ബർത്ത്ഡേ വിഷസ് പറഞ്ഞതിന് ശേഷം നമുക്ക് ഈ ബിഗ് ബോസിലെ അപ്സരയുടെ കോ-കണ്ടസ്റ്റന്റ് ആയിരുന്ന എല്ലാ ആൾക്കാരും വിഷസ് ഉണ്ടായിരിക്കും. പിന്നെ പറയാനുള്ളത് നമ്മുടെ IMFA എന്ന് പറയുന്ന അസോസിയേഷൻ എപ്പോഴും ഈ ഒരു ഇൻഡസ്ട്രിയിൽ നിന്ന് പ്രത്യേകിച്ച് ബിഗ് ബോസ് സീസൺ ഫസ്റ്റ് തൊട്ടുള്ള എല്ലാ കണ്ടസ്റ്റൻസും നമ്മുടെ കൂടെ നിന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നവരാണ്. അപ്പോൾ ഈ സീസണിൽ നിങ്ങളും നമ്മുടെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യുന്ന പ്രതീക്ഷിക്കുന്നു. സീസൺ ഫസ്റ്റിലെ ഉള്ള കണ്ടസ്റ്റൻസ് തൊട്ട് കഴിഞ്ഞ സീസൺ വരെയുള്ള എല്ലാവരും IMFയുടെ പ്രോഗ്രാം വന്നാൽ ഓടി വരുന്നവരാണ്. അപ്പോൾ അതേപോലെ തന്നെ നിങ്ങളെ നിന്നും ഞാൻ പ്രതീക്ഷിക്കുന്നു. താങ്ക് യു സോ മച്ച്. Boys, come on, നമുക്ക് ഇരിക്കാം. വാടാ, ഇരിക്കുന്നു. വാടാ. സായി ഞാൻ വന്നപ്പോ തന്നെ ഹലോ അപ്സര, ഇനി ഞാൻ വന്നപ്പോ തന്നെ അപ്സര എന്നോട് ആദ്യം ചോദിച്ച കാര്യം ഹാപ്പി ബർത്ത്ഡേ ഒക്കെ എന്താ കൊണ്ടുവന്നതാണ്. അപ്പോ ഞങ്ങള് ബിഗ് ബോസ് ഫാമിലിയാണ്. ഞങ്ങളുടെ ഇന്ന് വന്നിട്ടുള്ള എല്ലാ കണ്ടസ്റ്റൻസിനെ പറഞ്ഞ അപ്സരയ്ക്ക് ഒരു ചെറിയ ഗിഫ്റ്റാണ്, ചെറിയ വാച്ചാണ്. അപ്പൊ ബിഗ് ബോസ് ഹൗസിൽ ഞങ്ങളെ എന്റർടൈൻ ചെയ്യിപ്പിച്ച, അതുപോലെ എല്ലാവരെയും സമാധാനിപ്പിച്ച, കൂടെ കൊണ്ട് നടന്ന ഞങ്ങൾക്ക് എല്ലാവരും നമ്മുടെ കൂടെ നിന്ന ബിഗ് ബോസിലെ ഏറ്റവും ബെസ്റ്റ് ആക്ടർ ആയിട്ടുള്ള അപ്സരയ്ക്ക് ഞങ്ങളുടെ വക ഒരു ചെറിയ സമ്മാനം. വി ലവ് യു. ഗൈസ് കൈയടിക്കൂ. എല്ലാം കഴിക്കാൻ യെസ്. ബില്ലടക്കം ഇതിലുണ്ട്. പാരന്റിക്കാർഡ് എല്ലാം ഗൂഗിൾ പേ ചെയ്ത് കൊടുക്കാം. ഹാപ്പി ബർത്ത്ഡേ വിഷസ് പറയുന്നു വിചാരിക്കുന്നു. ഗബ്രി ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇനി ബാക്കി ജാസ്മിൻ, നദീഷ് പറഞ്ഞു, റസ്മിൻ പറഞ്ഞിരുന്നോ?